ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഉത്രാളിക്കാവ് വെടിക്കെട്ട് കാണാൻ പോയതാണ്. നമ്മുടെ ബ്രദർ വിഷ്ണു ആണ് കൂടെ ഉള്ളത്. പട്ടാമ്പി ആറങ്ങോട്ട് വരെ വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. പോണ വഴിക്ക് കണ്ട നല്ലൊരു കാഴ്ചയാണ് ഇപ്പത്. അങ്ങനെ ഞങ്ങൾ മുള്ളൂർക്കര എത്തി. കറക്റ്റ് നമ്മുടെ വണ്ടി കടന്നു ഗേറ്റ് അടച്ചിട്ടോ. അവിടുന്ന് കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാണ്ടായിരുന്നു. സോ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരത്തെ നമ്മൾ കുറച്ച് സംഭാരം മേടിച്ചു കൊടുത്തു. അങ്ങനെ അവർ വന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഏകദേശം ഒരു 5:30-6 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഉത്രാളി എത്തി. ഇനി വെടിക്കെട്ട് കാണാനുള്ള സ്ഥലം പോയി കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ ഇരിക്കുന്ന പറമ്പിലെത്തി. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ വെടിക്കെട്ട് ഫുള്ള് കാണാം. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഫുഡ് വാങ്ങാനും അമ്പലത്തിന്റെ കുറച്ച് വിഷ്വൽ എടുക്കാനും വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പുറത്തു വന്നു. ഇവിടെ ആനച്ചമയ പ്രദർശനത്തിന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ മുൻവശം. കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ബജ്ജിയും പോപ്കോണും മേടിച്ചു. പൂരപ്പറമ്പിലായതുകൊണ്ട് ബജ്ജിക്കൊക്കെ നല്ല വില. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ തലോണക്ക് പകരം പോപ്കോണൊക്കെ വെച്ച് കിടക്കാൻ തുടങ്ങി. ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ ലൈറ്റിങ്ങിന്റെ ഒക്കെ ഭംഗി കൂടാൻ തുടങ്ങി. അപ്പോഴത്തേനും പറമ്പ് മൊത്തം ആൾക്കാരായിട്ടോ. അപ്പോഴത്തേനും പോലീസുകാർ വന്നിട്ട് നമ്മൾ നിൽക്കുന്നോട് നാട്ടി അവരൊരു വട്ടൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാതെ. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി നിന്നു. അവിടെ നിന്നാണെങ്കിൽ മരം കാരണം ഒന്നും കാണുന്നില്ല. പിന്നെ വെടിക്കെട്ടിനുള്ള വെയിറ്റിംഗ് ആയി. മഴ പെയ്തു പോയ കാരണം വെടിക്കെട്ട് കുറച്ച് വൈകി. അതിന്റെ ഇടയിൽ കൂടെ ആരോ ഡ്രോൺ പറത്തി നോക്കുകയാണിത്. നമ്മൾ വെയിറ്റ് ചെയ്ത നേരം കൊണ്ട് ഏകദേശം 6 ട്രെയിനോളം അത് കൂടെ പോയി. ആൾക്കാർ ക്ഷമ കെട്ട് കൂവി വിളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഏകദേശം 9 കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നു. വെയിറ്റ് ചെയ്തതിന് ഫലം ഉണ്ടായി. എന്തായാലും ഉത്രാളിയൊക്കെ കുലുങ്ങി വിറച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങി. പൊട്ടിക്കഴിഞ്ഞ സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കുകയാണ് വരും. നല്ല വലിയ വലിയ പേപ്പർ കുറ്റിയിലാണ് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഭാഗത്തുള്ള അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ രാത്രി സെറ്റ് ചെയ്ത ആനച്ചമയപ്പന്തൽ കാണാൻ പോയി. നിരത്തി വെച്ചിരിക്കുന്ന കൊടകൾ കാണാൻ എന്താ ഒരു ഭംഗി. ഇതിപ്പോ ഒരു ടീമിന്റെ മാത്രം ചമയാണ് കേട്ടോ. ലൈറ്റിങ്ങിന്റെ പന്തലിന്റെ ബാക്ക് പോയപ്പോൾ അവിടുത്തെ മുളകൾ കണ്ടിട്ട് കണ്ണ് തള്ളി. വെടിക്കെട്ടിന്റെ കുറ്റി കണ്ടപ്പോൾ വിഷ്ണുവിന് ഭയങ്കര കൗതുകം. അതൊക്കെ എടുത്ത് പൊക്കി വെക്കാണ്ട്. അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ബ്ലോക്ക് കൂടെ വീട്ടിലോട്ട് പോരുകയാണ്. വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ആറങ്ങോട്ടുകാരുള്ള ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങൾ കയറി. ഇവിടുത്തെ ആംബിയൻസ് നൈസ് ആണ് കേട്ടോ. പിന്നെ നോമ്പ് പ്രമാണിച്ച് ഓഫർ പാക്ക് ഒക്കെ ഇട്ടുണ്ട്. കഴിക്കാൻ ഞങ്ങൾ ബീഫ് ബിരിയാണി മന്തിയും പറഞ്ഞു. ബീഫ് ബിരിയാണി ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ഷവായ് മന്തി ട്രൈ ചെയ്തു. അതും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലാക്കിയിട്ട് വിഷ്ണു പോയി.